ഹജ്ജ് ക്യാമ്പിലും ഹജ്ജ് യാത്രയയപ്പുകളിലും തള്ളിക്കയറി വരാറുള്ള കോൺഗ്രസ് CPM നേതാക്കൾ കേരളത്തിലെ കുംഭമേളയിൽ കാണുന്നില്ലെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. എന്തുകൊണ്ടാണ് ഹിന്ദുമത വിശ്വാസികളുടെ പ്രാർത്ഥന ഇരു പാർട്ടിക്കാരും കാണാതെ പോകുന്നതെന്നും കോൺഗ്രസും CPM-ന്റെയും അപജയമാണിത് വ്യക്തമാക്കുന്നതെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിന്റെ കുംഭമേളയായ തിരുനാവായിലെ മാഘമഹോത്സവത്തിലേക്ക് BJP-യുടെ മുതിർന്ന നേതാവായ AP അബ്ദുള്ളക്കുട്ടി അദ്ദേഹം എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് കുംഭമേളയിലെ ചടങ്ങുകളുടെയൊക്കെ ഭാഗമായോ? എപ്പോൾ എത്തിയാണ്? ഇന്ന് വൈകിട്ടാണ് ഈ പുണ്യ കേന്ദ്രത്തിൽ വരാൻ ഭാഗ്യം കിട്ടിയത്. മഹാമാഘ മഹോത്സവത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ നിന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് പുതിയ വിവരം കിട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ മാമാങ്കത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞത് സിനിമകളിലും അല്ലെങ്കിൽ അമർചിത്ര കഥകളിലൊക്കെ അറിഞ്ഞത് ചാവേറുകൾ പടവെട്ടി മരിച്ചു വീഴുന്ന ചോരയൊഴുകുന്ന ഒരു മണ്ണായിരുന്നു ഈ മാമാങ്കത്തിൻ്റെ നാട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ ഇവിടെ മഹാമണ്ഡലേശ്വർ സ്വാമിയുടെ നേതൃത്വത്തിൽ ഈ തിരുനാവായ കുംഭമേള പുനർജനിച്ചപ്പോൾ ഇത് ഒരു വലിയ മഹാപാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. മഹാമണ്ഡലേശ്വർ ആനന്ദവനം സ്വാമി സത്യത്തിൽ എൻ്റെ ഒരു സഹപ്രവർത്തനായിരുന്നു. ഞാൻ വിദ്യാർത്ഥി സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ സഹപ്രവർത്തകനായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഒരു വലിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മഹാകുംഭമേളയ്ക്ക് പോയപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. ഇന്ന് ഇവിടുന്ന് വീണ്ടും നമ്മുടെ സൗഹൃദം പുതുക്കാൻ സാധിച്ചു. ഒരുപക്ഷെ ഈ മഹാ ആത്മീയ കൂട്ടായ്മയുടെ ചാലകശക്തി മഹാമണ്ഡലേശ്വറാണ്. അദ്ദേഹത്തിന് സർവശക്തൻ എല്ലാ ആയുരാരോഗ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത്. അങ്ങ് ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ സുരേഷ് ഗോപി എത്തി, അതുപോലെ തന്നെ K സുരേന്ദ്രൻ, G സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകളെത്തി. അങ്ങ് ഒരു ഇസ്ലാം മത വിശ്വാസിയായിട്ട് പോലും ഇത്തരം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ഒരു പരിപാടിക്ക് പിന്തുണ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തി. പക്ഷേ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ CPM-ൻ്റെയോ ഒന്നും ഒരു നേതാക്കളെ പോലും ഇവിടെ കാണുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്? സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പറ്റിയ ഒരു വലിയ അപജയമാണ് കാണിക്കുന്നത് ഇത്. ഞാനൊക്കെ ദേശീയ മുസ്ലിം എന്ന് പറയുന്നത് വെറുതെ അല്ല. നമ്മുടെ ഈ മഹത്തായ ആർഷ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഭാഗമായി ജീവിക്കുന്ന ഒരു മുസൽമാൻ എന്ന നിലയിലാണ് ദേശീയ മുസ്ലിം എന്നുള്ള പ്രയോഗം തന്നെ ഞാൻ നടത്തിയിട്ടുള്ളത്. സത്യത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മോദിജി വന്നപ്പോൾ നടത്തിയിട്ടുള്ള ഒരു ഗംഭീര പ്രയോഗമുണ്ട്. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് മുസ്ലിം ലീഗ് ആയിക്കൊണ്ടിരിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മവോയിസ്റ്റുകളായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് തന്നെ ഒരു ഇടതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദയനീയമായ അവസ്ഥയാണ് കാണുന്നത്. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരോട് പണ്ട് ഹോച്ചിമിൻ പറഞ്ഞതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറയാനുള്ളത്. ഹോച്ചിമിൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് പറഞ്ഞത്, ആത്മീയത തിരിച്ചറിഞ്ഞ് ജനങ്ങൾ അണിനിരത്തിയ നേതാവായിരുന്നു ഗാന്ധിജി. ഞാൻ ഗാന്ധിജിക്ക് പഠിക്കാനാണ് ശ്രമിച്ചത്. നിങ്ങൾ ആത്മീയതയെയും ഗാന്ധിയൊക്കെ തള്ളിപ്പറഞ്ഞതാണ് നിങ്ങൾ മുരടിച്ചു പോയത് എന്ന് ഹോച്ചിമിൻ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ ഉപദേശിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് ആവർത്തിക്കാനുള്ളത്. സത്യത്തിൽ ഈ മഹാകുംഭമേളയെ, ഈ മഹാമാഘ മഹോത്സവത്തെ അവഗണിച്ച കോൺഗ്രസിനോടും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തോടും സർവശക്തൻ പൊറുക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാർട്ടികൾ അവർ മതേതര പാർട്ടികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരമൊരു പരിപാടി നടക്കുമ്പോൾ അതിനോട് കണ്ണടക്കുന്നത് മതേതരത്വമാണോ? ഞാൻ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് 3 വർഷം പ്രവർത്തിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടനമാണ് ഹജ്ജ്. ആ ഹജ്ജ് ക്യാമ്പിലും ആ ഹജ്ജ് ആളുകളെ യാത്ര അയക്കുന്നതിനും കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും നേതാക്കൾ വന്നിട്ട്
ഹജ്ജ് കമ്മിറ്റി ചെയർമാനെയൊക്കെ തള്ളി പുറത്താക്കിയിട്ട് മുന്നിൽ നിന്ന് ചാനലുകൾക്ക് മുമ്പിൽ ഫോട്ടോ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരാരും എൻ്റെ ഈ ആത്മീയ കേന്ദ്രത്തിലെ ഈ വലിയ ജനാവലിയുടെ പ്രാർത്ഥന കാണാൻ വരാത്തത് എന്നുള്ളത് വലിയൊരു സങ്കടമാണ്. സത്യത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കുട്ടികൾ പറയുന്നത് പോലെ ഇവരുടെ പ്രവൃത്തി ഒരു മതേതര പ്രവൃത്തിയാണ്. വളരെ ഏതായാലും AP അബ്ദുള്ളക്കുട്ടി ഉൾപ്പെടെ നിരവധി നേതാക്കളാണ് ഈ കുംഭമേളയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇവിടെ തിരിഞ്ഞു നോക്കാത്ത ഇടത് വലത് മുന്നണിയിലെ നേതാക്കൾ അവരുടെ മതേതരത്വം എന്ത് എന്നുൾപ്പെടെയുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ക്യാമറമാൻ സന്തോഷിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, തിരുനാവായ.